ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും കാത്തിരുന്ന US റേറ്റ് കട്ട് അത് സംഭവിച്ചെങ്കിലും ആ ഒരു 25 ബേസിസ് പോയിന്റിന്റെ റേറ്റ് കട്ട് ഓൾറെഡി മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു മൂവ് മാർക്കറ്റ് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ റേറ്റ് കട്ടിനോടനുബന്ധിച്ച് ഫെഡ് ചെയർ ജെറോം പവൽ അദ്ദേഹം നടത്തുന്ന കമൻട്രിയാണ് എല്ലാവരും ഉറ്റുനോക്കിയിരുന്നത്. അപ്പോൾ ഡിസംബർ മാസത്തിലുള്ള റേറ്റ് കട്ടിനെ കുറിച്ച് അദ്ദേഹം എന്തെങ്കിലും സംസാരിക്കുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചത്. പക്ഷെ അവിടെ അതുണ്ടായില്ല. അപ്പോൾ നിലവിൽ US ഗവൺമെന്റ് ഷട്ട് ഡൗൺ തുടരുന്നതിനാൽ പല ഫ്രഷ് ഡാറ്റകളും ഈ ഫെഡ് റിസർവിന്റെ മുമ്പിൽ അവൈലബിൾ അല്ല. അതുകൊണ്ട് തന്നെ ഡിസംബറിലെ ഒരു റേറ്റ് കട്ടിനെ കുറിച്ചിട്ടുള്ള കൃത്യമായൊരു തീരുമാനമെടുക്കാൻ അവർക്ക് സാധിക്കുമായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു അൺസർട്ടനിറ്റി ബാക്കി വെച്ചുകൊണ്ടാണ് ജെറോം പവലിൻ്റെ സ്പീച്ച് കടന്നുപോയത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു കോഷ്യസ് ആയിട്ടുള്ള ആ ഒരു അപ്രോച്ച് അത് ഗ്ലോബൽ മാർക്കറ്റ് മൊത്തത്തിൽ ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സിലേക്ക് കൊണ്ടുപോവുകയുണ്ടായി. സ്റ്റോക്കുകളുടെയും ബോണ്ടുകളുടെയും പ്രൈസുകൾ ഫോൾ ആവുകയുണ്ടായി. സ്വാഭാവികമായിട്ട് മാർക്കറ്റ് ഇതിനോട് നെഗറ്റീവായിട്ട് പ്രതികരിച്ച് കാണാം. കാരണം ഡൗ ജോൺസ് തന്നെ ഇന്നലെ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. S&P 500 ഒരു ഫ്ലാറ്റ് ക്ലോസിംഗ് ആണ് നൽകിയത്. എന്നാൽ നാസ്ഡാക്ക് പുതിയ റെക്കോർഡ് ഹൈ ക്രിയേറ്റ് ചെയ്തിരുന്നു. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് കാണുന്നത് നമുക്കറിയാം, നാസ്ഡാക്ക് എന്ന് പറയുന്നത് ടെക്നോളജി സ്റ്റോക്കുകൾ അടങ്ങിയ ഒരു ഇൻഡെക്സ് ആണ്. അവിടെ എൻവിഡിയ അതിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ $5 ട്രില്യൺ ആയിട്ട് ഉയർന്നിരിക്കുകയാണ്. ഇത് അമേരിക്കയുടെ ചരിത്രത്തിൽ ഒരു സ്റ്റോക്കിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഇത്ര ഉയർന്നത് ഇതാദ്യമായാണ്. അപ്പോൾ നാസ്ഡാക്കിൽ മാത്രമുണ്ടായ ഒരു അപ്സൈഡ് മാറ്റി നിർത്തിയാൽ നമുക്ക് ഏഷ്യൻ മാർക്കറ്റിലും മിക്സഡ് ആയിട്ടുള്ള ഒരു ക്ലോസിംഗ് ആണ് കാണാൻ കഴിയുക. കൂടാതെ ട്രംപും ഷിയും തമ്മിലുള്ള മീറ്റിംഗ്, അവിടെ ട്രംപ് പറയുന്നത് മീറ്റിംഗ് വളരെ അമേസിംഗ് ആയിരുന്നു, പല ഇഷ്യൂസും സോൾവ് ചെയ്തു എന്നൊക്കെയാണ്. ചൈനീസ് ഗുഡ്സിന്റെ താരിഫ് 57% നിന്നും 47% ആവറേജ് താരിഫ് അദ്ദേഹത്തിന്റെ മീറ്റിംഗിൽ നിന്നും ഒരു തീരുമാനത്തിൽ എത്തിയിട്ടുണ്ടെന്നും അത് ഇംപ്ലിമെന്റ് ചെയ്യുമെന്നൊക്കെയാണ്. എന്നാൽ ചൈനയുടെ ഭാഗത്ത് നിന്ന് ഒഫീഷ്യലായിട്ടുള്ള ഒരു കമന്റ് ഈ ഇങ്ങനെയൊരു ഡീൽ ഉണ്ടായതായിട്ട് അവർ കൺഫേം ചെയ്യുന്നില്ല. അപ്പോൾ റോയിറ്റേഴ്സിന്റെ ഒരു റിപ്പോർട്ട് പ്രകാരം ഈ രണ്ട് രാജ്യങ്ങളുടെയും നെഗോഷിയേഷൻ ടീമുകൾ ഒരു കൺസെൻസസിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നാൽ അതൊരു ഡീലിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുമാണ്. അപ്പോൾ അതിൻ്റെ ഫോളോ അപ്പ് ഉണ്ടാകുമെന്ന്, എത്രയും പെട്ടെന്ന് തന്നെ ഒരു ഡീലിലെത്തുമെന്നുമാണ് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ചൈനയ്ക്കും US-നും അതുപോലെ റെസ്റ്റ് ഓഫ് ദ വേൾഡും ഒരു പീസ് ഓഫ് മൈൻഡ് ഉണ്ടാകുമെന്നൊക്കെയാണ് അവിടെ റിപ്പോർട്ടുകളിൽ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഏതായാലും ഇത്തരത്തിലുള്ള അൺസർട്ടനിറ്റി, ഒന്ന് ഡിസംബറിലെ റേറ്റ് കട്ട് ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള അൺസർട്ടനിറ്റി, അതുപോലെ US ചൈന ഡീല് നടക്കുമോ എന്നുള്ള അൺസർട്ടനിറ്റി, അതുകൊണ്ട് തന്നെ അത് ഇന്ത്യ US ട്രേഡ് ഡീൽ നടക്കുമോ എന്നുള്ള അൺസർട്ടനിറ്റി, ഇത്തരത്തിൽ അനിശ്ചിതത്വങ്ങളുടെ ഒരു അന്തരീക്ഷം മൊത്തത്തിൽ മാർക്കറ്റിൽ വന്നത് കാരണം പൊതുവെ മാർക്കറ്റ് സെല്ലിംഗ് പ്രഷർ നേരിട്ടു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതുകൂടാതെ നമ്മൾ ഇന്ത്യൻ റുപ്പി നോക്കിക്കഴിഞ്ഞാൽ വലിയ തോതിൽ അണ്ടർ പ്രഷറിലാണെന്ന് മനസ്സിലാക്കാം. ഇന്ന് അത് 88.68 എന്ന ലെവലിലേക്ക് വന്നതായിട്ട് കാണാം. അപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഒന്ന്, ഡോളർ ഇൻഡെക്സ് നന്നായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ 99 മുകളിലുള്ള ഒരു ലെവലിലാണ് നമുക്ക് ഇപ്പോൾ ഡോളർ ഇൻഡെക്സ് കാണുന്നത്. അടുത്ത് തന്നെ അത് 100 മുകളിലേക്ക് ടച്ച് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് ഡോളർ കൂടുതൽ ശക്തിപ്പെടുന്നതിൻ്റെ ഒരു ലക്ഷണമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. എന്നാൽ റൂപ്പി ആ രീതിയിൽ വളരാത്തതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഡോളറിനെതിരെയുള്ള റൂപ്പിയുടെ ആ ഒരു വാല്യൂവിൽ ഒരു തകർച്ചയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് മാർക്കറ്റിൽ ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ് സൃഷ്ടിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ ഫാർമ സ്റ്റോക്കുകൾ വലിയ തോതിൽ അണ്ടർ പ്രഷറിലാണെന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ നമുക്കറിയുന്ന നിഫ്റ്റി 50-ൽ ഏറ്റവും വലിയ രണ്ട് ലൂസേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് സിപ്ലയും മറ്റൊന്ന് ഡോക്ടർ റെഡ്ഡി ലാബ്സുമാണ്. അപ്പോൾ മൊത്തത്തിൽ ഫാർമ ഇൻഡെക്സും ഇന്ന് വലിയ തോതിൽ ഡൗൺ ആയിരുന്നു. അപ്പോൾ അവിടെ പ്രധാനമായ ഒരു റിപ്പോർട്ട് നമ്മൾ കാണുന്നത് ഡോക്ടർ റെഡ്ഡി ലാബ്സിൻ്റെ ഒരു എക്സ്ചേഞ്ച് ഫയലിംഗ് പ്രകാരം അവർക്ക് കാനഡയിലെ ഫാർമസ്യൂട്ടിക്കൽ ഡ്രഗ് ഡയറക്ടറേറ്റ് ഒരു നോട്ടീസ് അയച്ചിരിക്കുകയാണ്. അവിടെ ഇവരുടെ ഒരു പ്രധാനപ്പെട്ട ജനറിക് മെഡിസിൻ ആയിട്ടുള്ള, പ്രത്യേകിച്ച് ഡയബറ്റിക് പേഷ്യൻസിനുള്ള സെമാഗ്ലൂട്ടൈഡ് ഇഞ്ചെക്ഷൻ, അതിൻ്റെ ഒരു നോൺ കംപ്ലയൻസ് റിപ്പോർട്ടാണ് അവർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രൊഡക്ഷൻ വലിയൊരു തടസ്സമാണ് ഇനി നേരിടാൻ പോകുന്നത്. അപ്പോൾ ആ അർത്ഥത്തിലുള്ള ഒരു ഫോളാണ് ഡോക്ടർ റെഡ്ഡി ലാബ്സിലുണ്ടായത്. സ്വാഭാവികമായിട്ടും അതിൻ്റെ ചൂട് പിടിച്ചുകൊണ്ട് മറ്റ് ഫാർമ സ്റ്റോക്കുകളിലും വലിയ തോതിലുള്ള ഒരു ഫോൾ ഉണ്ടായതായിട്ട് കാണാം. അപ്പോൾ ഇന്ന് മാർക്കറ്റ് വളറ്റിലിറ്റി സൂചിപ്പിക്കുന്ന ഇന്ത്യ വിക്സ് 12% മുകളിൽ എത്തിയിരിക്കുകയാണ്. എങ്കിൽ പോലും നിഫ്റ്റി ഇപ്പോഴും അതിൻ്റെ ആ ഒരു ബുള്ളിഷ് ടെക്നിക്കൽ സെറ്റപ്പ് ആ ഒരു ലെവലിൽ താഴോട്ടേക്ക് പോയിട്ടില്ല. കാരണം നിഫ്റ്റി ഇപ്പോഴും 25,850 എന്ന സപ്പോർട്ട് ലെവലിൽ നിൽക്കുകയാണ്. ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിലാണ് നിഫ്റ്റി ഒരു കൺസോൾട്ടേഷൻ സോണിലേക്ക് പോകാൻ സാധ്യതയുള്ളത്. അപ്പോൾ ഇനി ഒരു ഹയർ സൈഡിലേക്ക് നിഫ്റ്റി പോയാൽ തന്നെ ഇപ്പോൾ 26,100 എന്നുള്ള ഒരു റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നിഫ്റ്റിക്ക് അതിനപ്പുറം മുന്നോട്ട് പോകാൻ കഴിയുകയില്ല. അപ്പോൾ ആ ഒരു റെസിസ്റ്റൻസ് ലെവൽ ഇപ്പോൾ മൾട്ടിപ്പിൾ ടൈംസ്
നിഫ്റ്റി ട്രൈ ചെയ്യുകയാണ്. അപ്പോൾ ഇത് മൂന്നാമത്തെ പ്രാവശ്യമാണ് 26,000 മുകളിലേക്ക് പോയിക്കൊണ്ടത് താഴേക്ക് വരുന്നത്. അപ്പോൾ ഇന്ന് ബ്രോഡ് മാർക്കറ്റിൽ നിഫ്റ്റി ഇൻഡെക്സ് മാത്രമല്ല എല്ലാ മിഡ് ക്യാപ്, സ്മോൾ ക്യാപ്, മൈക്രോ ക്യാപ് ഇൻഡെക്സുകളെല്ലാം ആ ഒരു നേരിയ തോതിലുള്ള പ്രോഫിറ്റ് ബുക്കിങ്ങോ കറക്ഷനോ നേരിട്ടതായിട്ട് കാണാം. ഇപ്പോൾ നമ്മൾ BSEയിൽ നോക്കുകയാണെങ്കിൽ 43% സ്റ്റോക്കുകൾ അഡ്വാൻസ് ചെയ്തപ്പോൾ 52% കൂടുതൽ സ്റ്റോക്കുകൾ ഡിക്ലൈൻ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാ മേജർ സെക്ടേഴ്സും ഇന്ന് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. എന്നാൽ അവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യം, ഇത്ര സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ഫോള് നമ്മൾ എവിടെയും കാണുന്നില്ല. അതായത് 1% കൂടുതലുള്ള ഫോള് ഒരു ഇൻഡെക്സിലും ഉണ്ടായിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങോ അല്ലെങ്കിൽ നേരിയ തോതിലുള്ള കറക്ഷൻ മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുക. ഇനി സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ന് കനറ ബാങ്ക് ഏകദേശം 3% കൂടുതലുള്ള ഒരു മുന്നേറ്റം നടത്തിയായിട്ട് കാണാം. അതിൻ്റെ പ്രൈസ് ഇപ്പോൾ 132 എന്ന ലെവലിലാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ കനറ ബാങ്കിൻ്റെ റിസൾട്ട് വന്നിരുന്നു. ഇയർ ഓൺ ഇയർ സെയിൽസ് റവന്യൂവിൽ 6% വർധനവും പ്രോഫിറ്റിൽ 15% വർധനവും ഉണ്ടായിട്ടുണ്ട്. ക്വാർട്ടർ ആൻഡ് ക്വാർട്ടറിലും പ്രോഫിറ്റിൽ 50% കൂടുതലൊരു വർധനമാണ് ഉണ്ടായിട്ടുള്ളത്. കൂടാതെ അസറ്റ് ക്വാളിറ്റി നല്ല തോതിൽ ഇമ്പ്രൂവ് ആയതായിട്ട് കാണാം. അത് ഇയർ ഓൺ ഇയറിലും ക്വാർട്ടർ ഓൺ ക്വാർട്ടറിലും നല്ല ഇമ്പ്രൂവ് ആണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സ്ട്രോങ് റിസൾട്ട് വന്നതുകൊണ്ട് തന്നെ കനറ ബാങ്ക് നല്ലൊരു മുന്നേറ്റം നടത്തിയതായിട്ട് കാണാം. അതുപോലെ മറ്റൊരു സ്റ്റോക്ക് നമ്മൾ കാണുന്നത് ബെല്ലാണ്, ഭാരത് ഹെവി ഇലക്ട്രിക്സ് ലിമിറ്റഡ്. ഇത് പവർ ട്രാൻസ്മിഷൻ, അതുപോലെ ഇൻഡസ്ട്രി ട്രാൻസ്പോർട്ടേഷൻ, റിന്യൂവബിൾ എനർജി, ഓയിൽ ആൻഡ് ഗ്യാസ്, ഡിഫൻസ്, ഈ സെഗ്മെൻറ്റിലൊക്കെ എഞ്ചിനീയറിംഗ് മാനുഫാക്ചറിങ് കമ്പനിയായിട്ട് പ്രവർത്തിക്കുന്ന ഒരു PSU കമ്പനിയാണ്. അപ്പോൾ ഇതിൻ്റെ കറണ്ട് പ്രൈസ് ഇപ്പോൾ 261 എന്ന ലെവലാണ്. ഇന്ന് 6% ഒരു മുന്നേറ്റം ഈ സ്റ്റോക്കിലുണ്ടായി. അപ്പോൾ ഇതിൻ്റെ റിസൾട്ടും വളരെ സ്ട്രോങ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇയർ ഓൺ ഇയറിൽ 14% വർധനവും ഇയർ ഓൺ ഇയർ പ്രോഫിറ്റിൽ 253% വമ്പിച്ച വർധനവുമാണ്. കൂടാതെ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ സെയിൽസ് റവന്യൂവിൽ 36%, ക്വാർട്ടർ ഓൺ ക്വാർട്ടർ പ്രോഫിറ്റിൽ 182% വർധനം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇൻവെസ്റ്റേഴ്സ് ഈ സ്റ്റോക്കിൽ വളരെയധികം ബുള്ളിഷ് ആയതായിട്ട് കാണാം. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു മൂവാണ് ഈ സ്റ്റോക്കിൽ ഉണ്ടായിട്ടുള്ളത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട സ്റ്റോക്ക് നമ്മൾ കാണുന്നത് ആദിത്യ ബിർള ക്യാപിറ്റലാണ്. അത് ഇന്ന് 5% കൂടുതലുള്ള ഒരു റാലി അതിൽ നടന്നായിട്ട് കാണാം. ഇപ്പോൾ 327 എന്ന പ്രൈസ് റേഞ്ചിലാണ് ഈ ഒരു ആദിത്യ ബിർള ഗ്രൂപ്പിൻ്റെ ഫൈനാൻഷ്യൽ സബ്സിഡിയറി ആയിട്ടുള്ള ആദിത്യ ബിർള ക്യാപിറ്റൽ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവർക്ക് ലെൻഡിങ്ങും ഇൻഷുറൻസ്, അസറ്റ് മാനേജ്മെൻറ്റ്, ഹൗസിംഗ് ഫിനാൻസ് തുടങ്ങിയ ഫൈനാൻസ് സെഗ്മെൻറ്റിലുള്ള പല സെഗ്മെൻറ്റിലും ബിസിനസ് ഉള്ള ഒരു NBFC ആണ്. അപ്പോൾ ഇയർ ഓൺ ഇയർ സെയിൽസ് റവന്യൂവിൽ ഒരു 2% കൂടുതലുള്ള ഒരു വർധനവും ഇയർ ഓൺ ഇയർ പ്രോഫിറ്റിൽ യഥാർത്ഥത്തിൽ ഒരു 14% ഒരു ഡിപ്പാണ് കാണുന്നത്. അപ്പോൾ എന്നിട്ട് പോലും മാർക്കറ്റിൽ ഇത് പോസിറ്റീവായുള്ള ഒരു കാരണമായിട്ട് കാണുന്നത് ഇതിൻ്റെ 2024 സെപ്റ്റംബർ ക്വാർട്ടറിൽ റിപ്പോർട്ട് ചെയ്ത 1015 കോടിയുടെ പ്രോഫിറ്റ്, അതിൽ അതർ ഇൻകം എന്നുള്ള നിലയിൽ 167 കോടി രൂപ ഉണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള പ്രോഫിറ്റ് എന്ന് പറയുന്നത് ബിസിനസ് പ്രോഫിറ്റ് മാത്രമായിരുന്നില്ല. അപ്പോൾ ആ ഒരു അതർ ഇൻകം ഈ വർഷത്തെ ഈ സെപ്റ്റംബർ ക്വാർട്ടറിൽ നമുക്ക് കാണാൻ കഴിയില്ല. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഇവിടെ അത് ഒരു 14% ഡൗൺ ആയിട്ട് കാണുന്നത്. യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള ഒരു ഡൗൺ ആ സ്റ്റോക്കിൽ ഉണ്ടായിട്ടില്ല. അതുപോലെ ക്വാർട്ടർ ഓൺ ക്വാർട്ടറിലുള്ള സെയിൽസ് റവന്യൂ 11% വർധനവും ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ പ്രോഫിറ്റിൽ 3% വർധനവും ഉണ്ടായിട്ട്. അപ്പോൾ അതും വളരെ പോസിറ്റീവായിട്ടാണ് ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റേഴ്സ് കാണുന്നത്. കൂടാതെ ഇതിൻ്റെ ലോൺ ഡിസ്ബേഴ്സ്മെൻറ്റ്, അതിൻ്റെ അഡ്വാൻസ് 14% വർധനം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ AUM അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റിൽ 22% വർധനം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ലോൺ ബുക്കിലും 29% ഒപ്പിച്ച ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിൽ മൊത്തത്തിൽ അക്രോസ് എല്ലാ സെഗ്മെൻറ്റിലും നല്ലൊരു ഗ്രോത്ത് കാണിച്ചതുകൊണ്ടാണ് ഈ സ്റ്റോക്ക് ഇപ്പോൾ മുന്നോട്ട് വന്നിട്ടുള്ളത്. ഇനി നമ്മൾ IPO മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ അവിടെ 2 IPOകൾ ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒന്ന് ഓക്ല ഇന്ത്യയുടെ IPO ആണ്. ഈ ഓക്ല ഇന്ത്യ എന്ന് പറയുന്നത് MTR ഫുഡ്സ്, ഈസ്റ്റേൺ കോണ്ടിമെൻറ്റ്സ്, റസോയ് മാജിക് തുടങ്ങിയ ബ്രാൻഡഡ് ഫുഡ് പ്രൊഡക്റ്റുകളുടെ ഒരു പാരന്റ് കമ്പനിയാണ്. 1600 കോടി ഇഷ്യൂ സൈസുള്ള ഈ ഒരു IPO 31-ാം തീയതി നാളെയാണ് ക്ലോസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നിലവിലുള്ള ഗ്രേ മാർക്കറ്റ് പ്രീമിയം വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം 9 മുതൽ 10% ഒരു ലിസ്റ്റിംഗ് ഗെയിൻ സാധ്യതയാണ് ഈ ഒരു IPOയിൽ നമ്മൾ കാണുന്നത്. ഇതേപോലെ തന്നെ സ്റ്റഡ്സ് ആക്സസറീസ് ലിമിറ്റഡിൻ്റെ IPO, അതായത് ഈ ഹെൽമെറ്റ് നിർമ്മാതാക്കളായിട്ടുള്ള അതേപോലെ തന്നെ 2 വീലർ ആക്സസറീസ് ഒക്കെ നിർമ്മിക്കുന്ന സ്റ്റഡ്സ് എന്ന് പറയുന്ന കമ്പനിയുടെ IPOയും അതൊരു സ്റ്റഡി ആയിട്ടുള്ള 10 to 11% ഒരു GMP ആണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ അവിടെയും ഒരു ലിസ്റ്റിംഗ് ഗെയിൻ സാധ്യതയാണുള്ളത്. അത് നെക്സ്റ്റ് മൺഡേ ആണ് അതിൻ്റെ ക്ലോസിംഗ് നടക്കുന്നത്. ഇതുപോലെ ഒക്ടോബർ 31-ാം തീയതി ഫ്രൈഡേ ഓപ്പൺ ആകാൻ പോകുന്ന ലെൻസ്കാർട്ടിൻ്റെ IPO അതിപ്പോൾ അതിൻ്റെ GMP കുറച്ച് ഇമ്പ്രൂവ് ആയതായിട്ട് കാണാം. കഴിഞ്ഞ ദിവസങ്ങളിൽ അത് താഴോട്ടേക്ക് പോയിരുന്നു. 11% ഒരു GMP ആണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് 14% ഒരു ചേഞ്ച് വന്നതായിട്ട് കാണാം. അപ്പോൾ അതും ലിസ്റ്റിംഗ് ഗെയിൻ സാധ്യത തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകൾ അറിയിക്കാം. താങ്ക് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.